ഉണ്ട് അതൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. മെമ്പറുടെ കുളിമുറിയിലെല്ലാം ഞാൻ എടുക്കണേന്നും പറഞ്ഞ് അപ്പൊ അതും ലൈവിൽ വന്നേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്. അങ്ങനെയല്ല ഒരു പൊതുപ്രവർത്തകയുടെ പോലീസിനെ വിളിച്ചോ, ഒരു പൊതുപ്രവർത്തകയുടെ ഇന്റർവ്യൂ ഞാനൊരു മീഡിയയും കൂടിയാണ്, എനിക്കത് ചെയ്യാം, മനസ്സിലായി. പക്ഷേ ആ സ്ഥാനത്ത് നിങ്ങൾ കുളിക്കണ സ്ഥലത്തോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം. ഞാൻ വന്ന് ഒരു മിനിറ്റ് മാഡം ഒരു കാര്യം വലിയ മാഡം എനിക്കെതിരെ ഞാൻ 5-ാം തീയതി പരാതി കൊടുത്തതാണ്. 4-ാം തീയതിയാണ് ഈ വിഷയം ഉണ്ടായേക്കണത്. അപ്പൊ എന്നെ വിളിച്ചു വരുത്തിയതുപോലെ തന്നെ കാലത്ത് തുടങ്ങി ഇദ്ദേഹം വിളിക്കുകയാണ് എന്നെ. KT ജോസഫാണ്, ജേർണലിസ്റ്റാണ്. മെമ്പറുടെ വാർഡിൽ ഇങ്ങനെ ഒരു കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്, മെമ്പർ ഒന്ന് അന്വേഷിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരുടെ കൺസ്യൂമർ നമ്പർ എടുത്ത് വാട്ടർ അതോറിറ്റിയിൽ പറവൂര് വിളിച്ച് മാലിപ്പുറത്തും വിളിച്ച്. അപ്പോൾ പറഞ്ഞ് റീഡിങ് ഇത്ര ആയതാണ് മെമ്പറെ, ഈ പൈസ ഇവർ അടക്കാഞ്ഞിട്ടാണ് 26,000 രൂപ ബില്ല് വന്നിട്ടുണ്ട്, അവർ അടക്കാഞ്ഞിട്ടാണ് കണക്ഷൻ കട്ട് ചെയ്തേക്കണം. അങ്ങനെ തിരിച്ച് ഇദ്ദേഹത്തിന് ഞാൻ വിളിക്കുകയാണ്, സാർ ഇങ്ങനെ ശരിയാണത്. അപ്പോൾ KT ജോസഫ് എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചേക്കണത്. എൻ്റെ വാർഡിൽ ഇങ്ങനെ ഇതുള്ളത് ഈ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. ഈ അമ്മ എന്ത് കാര്യത്തിൻ്റെ അടുത്ത് വന്നതാണ്, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തും കൊടുക്കാറുള്ളതാണ്. അപ്പോൾ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എന്നോട് വന്ന് പറയും, ഞാൻ ബാങ്ക് മാനേജറെ വിളിക്കും. പാസ്ബുക്ക് കാണാനില്ലായിരുന്നു കുറേ നാൾ ഈ അമ്മമ്മയുടെ. അങ്ങനെ ഞാൻ ബാങ്ക് മാനേജറെ വിളിച്ച് പറയുമ്പോഴാണ് ഈ അമ്മമ്മക്ക് പെൻഷൻ കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ഇതുപോലെ തന്നെ ഈ അമ്മമ്മയുടെ മരുമോളെയും വിളിച്ചപ്പോൾ പറഞ്ഞു, മോളെ ഈ വെള്ളം എപ്പോഴും തുറന്നിടും. പിന്നെ ഈ അമ്മമ്മയുടെ വീട്ടിൽ 4 കൂട്ടർ വാടക താമസിച്ചിട്ടുണ്ട്, ഇവരൊന്നും പൈസ അടച്ചിട്ടില്ല, അതാണ് ഇത്രയും രൂപ വന്നത്. അപ്പോൾ AX പറഞ്ഞത് 16,000 രൂപയുടെ ഒരു അഡീഷണൽ ബില്ല് 2022 വിട്ടിട്ടുണ്ട് മെമ്പറെ. പിന്നെ വന്ന് ഈ 3 കൊല്ലത്തെയും കൂടി കുട്ടിയാണ് ഇത്ര അയക്കണം, അതിലെന്തോ നിസ്സാരം ഇവർ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് കണക്ഷൻ കട്ട് ചെയ്തത്. കണക്ഷൻ കട്ട് ചെയ്തിട്ട് ഇവരതിനെ പറ്റി ഒന്നും അന്വേഷിച്ചിട്ടുമില്ല, പിന്നെ വന്നിട്ടുമില്ല. അപ്പോൾ ഈ അമ്മമ്മ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെറിയ കൊച്ചിനെ നോക്കലും ഒക്കെ ആയിട്ടാണ് മിക്ക നേരവും വീട്ടിലുണ്ടാവൂല. എവിടെയെങ്കിലുമൊക്കെ പോകും, ബന്ധുക്കളുടെ വീട്ടിൽ പോകും. സ്വന്തം ഒരു മകനും ഭാര്യയും അവിടെ ഉണ്ട്, 2 കുട്ടികളുണ്ട് അവർക്ക്. ഒരാളുടെ കല്യാണം കഴിഞ്ഞു, അടുത്ത് തന്നെയാണ് മകൻ്റെ വീട്. അവരായിട്ടൊരു വലിയ ഇതൊന്നും അല്ല, അയലന്തരക്കാരായിട്ടും ഇല്ല, ആർക്കും അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കണമെന്ന്. അപ്പോൾ ഈ വെള്ളം ഇത്രയും റീഡിങ് എടുത്തത് കൊണ്ട് തന്നെയാണ് ഈ കാശ് വന്നതെന്ന് എന്നോട് ഉറപ്പിച്ച് AX പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് AXനെ വിളിക്കുകയാണ്, മാഡം ഇതൊന്നും എന്തെങ്കിലും ചെയ്ത് അവർക്ക് ഇളവ് ചെയ്ത് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞു. മെമ്പറെ ലീക്കായെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നിസ്സാരം കുറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞ്, ഈ KT ജോസഫ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് റീഡിങ് ഇത്ര ആയതാണ്. അപ്പോൾ മെമ്പറെ എന്തെങ്കിലും ഇളവ് ചെയ്യോ, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നേരം എന്നെ KT ജോസഫ് മാത്രം അന്നേരം തുടങ്ങി എന്നോട് നല്ല രീതിയിൽ തന്നെ അന്നേരം തുടങ്ങിയ കാലത്ത് പറയണത് KT ജോസഫ് എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ജേർണലിസ്റ്റ് ആണ്, പിന്നെ സീനിയർ സിറ്റിസന്റെ ഒരു ചാരിറ്റി ചെയ്യണ അതാണ്. അപ്പൊ മെമ്പർ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അവിടെ കുറച്ച് കഴിഞ്ഞ് ബാക്കി കാശ് എന്റെ സംഘടന അടച്ചോളാം, മെമ്പർ എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോൾ എന്നെ കൊണ്ട് പറ്റണത് ഞാനും ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ വന്ന് അവര് അത് സംസാരിച്ചെന്ന് പറഞ്ഞു. 2 മണി കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിക്കാണ്, മാഡം തന്നെയൊക്കെയാണ് വിളിച്ചത് അന്നേരം വരെ. മാഡം ഒന്ന് വരുമോ, ഞാൻ പാർവമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ല, അതാണ് ഞാൻ വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ജസ്റ്റ് ഒന്ന് കാണാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവിടെ 5 പേരുണ്ട്. ഇന്ന് ഈ KT ജോസഫ് എന്ന് പറഞ്ഞ ആളുണ്ട് ഇവിടെ. ഞാൻ അന്നേരം പേരറിയണ ഒരു ജിനചന്ദ്രൻ എന്ന് പറഞ്ഞ ഓട്ടോ ഓടിക്കണ ആള്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സാബു എന്ന് പറഞ്ഞ ചേട്ടൻ, വേറൊരു 2 പേര്, 5 പേരും കൂടി പാർവതിയിലും നമ്മുടെ വീട്ടിലിരിക്കണം. അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്കും ഇവർ ഇരിക്കാൻ പറഞ്ഞാൽ ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞാണ് വന്നേന്ന്. അന്ന് ഞാൻ പോട്ടേന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ഇദ്ദേഹം ഈ KT ജോസഫ് എന്ന് പറഞ്ഞ ആള് വേഗം ഫോണും കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വന്ന് ഇതാ ഇവിടുത്തെ കൗൺസിലർ വന്നെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഇത് പിടി. ഞാൻ പറഞ്ഞു ചാനലിൽ ഇടരുത്, എനിക്ക് താല്പര്യമില്ല ചാനലിൽ ഇടരുതെന്ന് പറഞ്ഞു. അതിനെന്താണ് മെമ്പറെ, പാർവമ്മക്ക് വെള്ളം വേണേ, അവന് വെള്ളം വേണം, അതിന് ഞാൻ ഇടപെട്ടല്ല, അവരത് ചെയ്യാമെന്നും പറഞ്ഞ്. അപ്പം മെമ്പർ എന്ത് തരും, ഞാൻ എന്നെ കൊണ്ട് പറ്റണം, ഞാനും തരും. നമ്മൾ എന്താണെങ്കിലും എൻ്റെ ഇത് വീഡിയോ ലൈവ് ഇടരുത്, ചാനലിൽ ഇടരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതിനെതിരെ ഞാൻ പോകുമെന്ന് പറഞ്ഞു, കാരണം എൻ്റെ സമ്മതമില്ലാതെ ഇത് ഇടരുത്, അനുവാദം കൂടാതെയാണ് ഞാൻ 2-3 പ്രാവശ്യം പറയണത് വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇത് ചാനലിൽ ഇടരുത്, ചാനലിൽ ഇടുന്നുണ്ട്, എൻ്റെ അനുവാദം ഇല്ലാതെ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇല്ല എനിക്കറിയില്ലല്ലോ, ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് എന്നെ വിളിച്ചു വരുത്തിയതും. ദേ മെമ്പറെ നമുക്ക് ആ പൈസ അടക്കാട്ടാ, ഞാനും അതുപോലെ തന്നെ നമുക്ക് എന്താണെന്ന് ചെയ്യാം, നല്ലൊരു കാര്യമല്ല. എൻ്റെ വാർഡിൽ ഒരു അമ്മക്ക് 26,000 രൂപ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല. അതന്നെയല്ല, അതൊരു മെമ്പറുടെ ഇതുമല്ലല്ല, നമ്മൾ കറണ്ട് പൈസ അടച്ചില്ലെങ്കിൽ അത് കട്ട് ചെയ്യും. നമ്മൾ KCB വിളിച്ച് പറഞ്ഞാൽ അവർ കറണ്ട് കൊടുക്കില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യത്തിലും അത്ര നല്ല രീതിയിൽ തന്നെ അറിഞ്ഞ് അന്ന് തന്നെ ഇടപെട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് വീഡിയോ അടിച്ചപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ അങ്ങോട്ട് ഭാവം മാറി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചാനലിൽ ഇടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാ വന്നേന്ന് വെച്ചപ്പോഴാണ് പറഞ്ഞാൽ ഞാൻ ബെന്നി ജോസഫ് 2020 പച്ചക്ക് പറയുന്നു എന്നൊരു ചാനൽ ഉണ്ടെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഉദ്ദേശം വെച്ചാണ് വന്നേക്കണേന്ന്. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു എന്നോട്, ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ് പച്ചക്ക് പറയുന്നത് ഞാൻ അന്നേരം ശ്രദ്ധിച്ചിട്ടില്ല. ഇദ്ദേഹം അന്നേരം പറഞ്ഞു എന്നോട് ഞാൻ ബെന്നി ജോസഫ് 2020 എന്നാണ് പച്ചക്ക് പറയുന്ന ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളിതൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു ചാനലിനെ പറ്റി അറിയാനും പാടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ഇടരുതെന്ന് പറഞ്ഞപ്പോൾ ഈ ജിനചന്ദ്രൻ എന്ന് പറഞ്ഞ ആളും ഈ ബെന്നി ജോസഫ് മെമ്പർ പോയി കേസ് കൊടുത്തെന്ന് പറഞ്ഞു, ഇയാൾ പറഞ്ഞു. അപ്പോൾ അതും കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പോരുകയും ചെയ്തു. അപ്പം ഞാൻ ഓർത്ത് ഇവർ ലൈവാണെന്ന് പറഞ്ഞെങ്കിലും വെറുതെ ആണെന്നാണ് കരുതിയത്. ഇത് ചാനലിൽ വന്നിട്ടുണ്ട്, അപ്പോൾ വീഡിയോ വന്നേക്കാണ് എൻ്റെ. അപ്പോൾ വീഡിയോ വന്നതിൽ കൂടെ പറഞ്ഞേക്കണത് മെമ്പർ ഒരു പൊതുപ്രവർത്തകയല്ലേ, മെമ്പറിൻ്റെ ഈ പൊതുപ്രവർത്തകർക്ക് വീഡിയോ ഞാനൊരു ജേർണലിസ്റ്റും കൂടിയാണ്, എനിക്കത് എടുക്കാം, മെമ്പറുടെ കുളിമുറിയിലേ അല്ലല്ല ഞാൻ എടുത്തതെന്നും പറഞ്ഞു.
അങ്ങനെ ഒരു വാക്ക് അയാൾ പറഞ്ഞതിൽ അത് ആ വീഡിയോ എടുക്കണ നേരത്ത് അത് ഇതിലുണ്ടോ ലൈവിലുണ്ടോ? ഉണ്ട് ലൈവിലുണ്ട് അതൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. മെമ്പറുടെ കുളിമുറിയിലെ എല്ലാം ഞാൻ എടുക്കണേന്നും പറഞ്ഞ് അപ്പൊ അതും ലൈവിൽ വന്നേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്. അപ്പൊ ഇങ്ങനത്തെ മോശം പരാമർശം വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഒരുപാട് പേര് മോശം കമന്റ്, കാര്യം എന്താണെന്ന് അറിയണില്ല, എന്നെ അത്രയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇട്ടേക്കണത്. അപ്പൊ പഞ്ചായത്തിന്റെ ഒരു കാര്യം ഞാൻ ചെയ്യാതിരിക്കണ, അതുപോലെയുള്ള കാര്യങ്ങൾ എന്റെ വാർഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്കത് പറയാം. അപ്പൊ മെമ്പറെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. അത് വേറൊരു എല്ലാ ദിവസവും പിന്നെ വീഡിയോ ഇട്ടുണ്ട്, ഇന്ന് വരെയും അതിനെപ്പറ്റി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ 5-ാം തീയതിയാണ് ഇവിടെ കേസ് കൊടുത്തേക്കണത്. ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് നാളെ വരാം, പിറ്റേ ദിവസം വരാന്ന് പറഞ്ഞാണ് ഇന്ന് പാക്കിയേക്കണത്. ഇന്ന് ഞാൻ വന്നിറങ്ങുമ്പോഴും ഇയാളുടെ കൂടെ വന്ന ആള് വീഡിയോ പിടിച്ചിരിക്കുകയാണ്. ഇന്ന് ലൈവ് ഇട്ടിട്ടുണ്ട് അവര്. ഇവിടെ അകത്ത് ഒരു പ്രശ്നം, അവര് പോകാൻ പോയി, ഞങ്ങൾ പോണെന്ന് പറഞ്ഞ് പോകാൻ പോയപ്പോ ഗിരീഷ് ചേട്ടൻ ഇവിടെ എന്തിനോ വന്നത് തടഞ്ഞ്. അപ്പോഴും അവർ ലൈവ് പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വന്നതൊക്കെ ഈ വൈകുന്നേരവും ഇന്ന് ഈ കേസിന് വിളിച്ചപ്പോഴും അവർ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മോശമായിട്ട്, അപ്പൊ മോശം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചായിട്ടാണ് അതിൽ എഴുതി കൊടുത്തേക്കണത്. എൻ്റെ അനുവാദം ഇല്ലാതെ വീഡിയോ ഇട്ട്. അപ്പൊ വീഡിയോയിലുണ്ട് ഇങ്ങനത്തെ മോശമായിട്ടുള്ള കമന്റുകളും ഇദ്ദേഹം പറഞ്ഞേക്കണതൊക്കെ തെളിവാണല്ലോ നമുക്കിത് വേണ്ടത്. അത് സേവ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇതിന് എന്താണ് വേണമെന്ന് വെച്ചാൽ പിന്നെയും കമന്റുകൾ ഇദ്ദേഹം ഇതിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാപ്പ് തന്നെ പറയണം. കാരണം ഞാൻ അതിലൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് കാര്യങ്ങൾ അറിയാതെ എനിക്കെതിരെ മോശം കമന്റുകൾ ഇടുന്നു. അവരെന്താണെന്ന് അറിയണമല്ല. അപ്പൊ വേറെ ഒന്നും വേണ്ട. ഇദ്ദേഹം ഇതിനെതിരെ, അതായത് ഞാൻ അതിലൊരു നമ്മൾ വേറെ ഒന്നും അതിൽ ചെയ്തിട്ടില്ല. ആറോമക്ക് കുടിവെള്ളം കിട്ടണതിന് ഞാൻ എതിരുമല്ല, ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യണ ഒരാളുമാണ്. അപ്പൊ അത്രയും ഇതിൽ നിന്നുകൊണ്ട് ഞാൻ ഉച്ചവരം കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് അവരത് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് അവര് ഇട്ടോട്ടെ, പക്ഷെ എന്നെ അതിൽ വീഡിയോ ഇടരുതെന്ന് മാത്രമേ ഞാനന്ന് പറഞ്ഞു. അപ്പോഴാണ് മോശമായിട്ടുള്ള ഈ കമന്റുകൾ വന്നത്. അപ്പൊ ഇനി അദ്ദേഹം അതിനെതിരെ തന്നെ ഞാൻ പോണത്, എന്നെ ഇതിലേക്ക് വലിച്ചയച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ ചാനലിലൂടെ തന്നെ ഇനി പറയണം എന്താണെന്ന് വെച്ചാൽ സംഭവിച്ച കാര്യങ്ങൾ. 5-ാം തീയതി